ഗുഡ് മോർണിംഗ്. സോ ഞാനിത് ഇപ്പോൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അതേപോലെ ഇന്നാണ് രജനിയും ശ്രീയും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അവർ 3 ഡേയ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ 5 ഡേയ്സും അവർ 3 ഡേയ്സും ആണ്. അപ്പോൾ 8 മണിക്കാണ് അവരുടെ പിക്കപ്പ് വരുന്നത്. അപ്പോൾ അവർ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അജയ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. എന്നിട്ട് അവരെ യാത്രയാക്കിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് 1-2 ആക്ടിവിറ്റീസ് ആണ്. ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തു. കാരണം മെജോറിറ്റി ആക്ടിവിറ്റീസ് നമ്മൾ രജനി ശ്രീയും ഉള്ള സമയത്ത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇനിയൊരു 2 ഡേയ്സ് നമ്മൾ പക്ക റിലാക്സിങ് ആയിരിക്കും. പിന്നെ അതേപോലെ ഇവിടെ വേറെയും കുറച്ച് കാര്യങ്ങൾ, ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അജയ്ക്ക് കുറച്ച് ഡ്രോണിലൊക്കെ കുറച്ച് ഫൂട്ടേജും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 2 ഡേയ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സിങ് ആയിരിക്കും. ആക്ച്വലി 5 ഡേയ്സ് പാക്കേജാണ് നമ്മളെല്ലാവരും എടുത്തിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ശ്രീക്കും രജനിക്കും എമർജൻസി ആയിട്ട് നാട്ടിൽ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അവർ 5 ഡേയ്സിന് 3 ഡേയ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. നമ്മളിപ്പം നിൽക്കുന്നത് ബീച്ച് വില്ലയിലാണ്. എനിക്ക് റൂം കാണിക്കണം എന്നുണ്ട്, പക്ഷേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡി ആവുന്നതുകൊണ്ട് റൂം ഭയങ്കര മെസ്സിയാണ്. അപ്പോൾ അവർ വന്ന് ക്ലീൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് റൂം ടൂർ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ രജനിയും ശ്രീയും ദേ പോവാണ്. അവരുടെ ലഗേജും സാധനങ്ങളൊക്കെ ഓൾറെഡി ബോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രജനി ഫസ്റ്റ് കയറി, ഇതേ ശ്രീയും പോവാണ്. അവർ നമ്മുടെ കൂടെ 3 ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിനി ഒരു 2 ഡേയ്സും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളും ഇതുപോലെ തിരിച്ചു പോകും. അവരുടെ ഫ്ലൈറ്റ് വരുന്നത് ഉച്ചയ്ക്കാണ്. അപ്പോൾ ഇവിടുന്ന് പിക്കപ്പ് ഒരു 8 o'clock അറേഞ്ച് ചെയ്തത്. ബൈ, ടാറ്റാ. അയ്യോ, ശരിക്കും സങ്കടമായി നിങ്ങൾ പോയപ്പോ. അങ്ങനെ രജനിയും ശ്രീയും പോയി. അവർ പോയപ്പോൾ ശരിക്കും ഭയങ്കര ഒരു മൂകത പോലെ. കാരണം ഇത്രയും ദിവസം അവരുള്ളത് കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും ഭയങ്കര ഒരു ഇതായിരുന്നു. അത് ലൈക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ എപ്പോഴും ചാടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവർ പോയപ്പം ശരിക്കും എന്താ പറയുക, പെട്ടെന്ന് അങ്ങ് സൈലൻ്റ് ആയ മാതിരി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസമൊന്നും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസും ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ബുഫേ ആണ്, 3 ടൈംസും ഫുഡ് ബുഫേ ആണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഇവിടെ ബുഫേ ആണ്. നമ്മുടെ പാക്കേജിൽ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പാക്കേജാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് ഫുഡ് അതേപോലെ ഡ്രിങ്ക്സ് എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് എടുക്കാം, ഫുഡ് കഴിക്കാൻ പോവാം. ഇത്രയും ഫുഡ് ഐറ്റംസ് കാണുമ്പോൾ തന്നെ എപ്പോഴും കൺഫ്യൂഷനാണ് കേട്ടോ, എന്തൊക്കെയാണ് എടുക്കേണ്ടത്, ഏതാ കഴിക്കേണ്ടത് എന്നുള്ള. എല്ലാ ഫുഡിനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഇതൊക്കെ പല ടൈപ്പ് ഓഫ് കേക്ക്സ് ആണ്. പിന്നെ അതേപോലെ ക്രോസോണ്ടും അങ്ങനത്തെ പിന്നെ ചോക്ലേറ്റ് കേക്ക്സ് ഒക്കെ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ കോൺഫ്ലെക്സ്, മുസലി, പിന്നെ ഓവർനൈറ്റ് ഓട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ ക്വിസീനും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും ഫുഡൊക്കെ കാണുമ്പം ശരിക്കും കൺഫ്യൂഷനാണ്, ഏതെടുക്കണം ഏത് കഴിക്കണം എന്നുള്ളത്. പിന്നെ അതേപോലെ പോർക്കും റെഡ് മീറ്റും സോസേജും ഒക്കെ ആയിട്ടുള്ള വേറെയും കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ മാൽഡീവ്സിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു ഫുഡ് അടിക്കലാണ്. കാരണം 3 ടൈംസും ബുഫേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് അജയ് ദേ ഇവിടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സെലക്ട് ചെയ്തത്. ഇവിടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷൻസും നല്ലോണം ഉണ്ട്. ഇപ്പം പൂരി, ബാജി, ദോശ, ചട്നി അങ്ങനെ എല്ലാം ഉണ്ടാവാറുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇഡ്ഡലി, സാമ്പാർ, പരിപ്പ് വട, പിന്നെ ബേക്ക്ഡ് ബീൻസും, ഇതെന്താടാ ആൽമണ്ട്സിൻ്റെതാണോ? നട്ട്സും, പിന്നെ അതേപോലെ കോൺഫ്ലെക്സും ആണ് അവനെടുത്ത്. ഇതേ ക്രോസാൻഡ് ഉണ്ട്, പിന്നെ അതേപോലെ പാൻ കേക്ക്, സോട്ടഡ് മഷ്റൂംസ്, പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതേപോലെ ഫ്രൂട്ട്സും ഡോണറ്റും പേസ്ട്രീസും ജ്യൂസും, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇന്ന് ആക്ച്വലി ശരിക്കും ഐറ്റംസ് ഭയങ്കര കുറവാണ്. കാരണം രജനിയും ശ്രീയും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ 4 പേരാകുമ്പോൾ കുറച്ചധികം ഐറ്റംസ് നമ്മൾ എടുക്കും. ഇത് അജയ്ക്കുള്ള സോയ് മിൽക്കാണ്. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇത് നമുക്ക് ഇവിടെ റിസോർട്ടിൽ നിന്ന് തന്ന പ്രൈവറ്റ് നെറ്റ്വർക്ക് റോട്ടറാണ് കേട്ടോ. കാരണം ഇവിടെ നെറ്റ്വർക്ക് മേടിച്ചത് തന്നെ, അതന്നെ ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ നെറ്റ്വർക്ക് അല്ലല്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ട്, പക്ഷെ ഒട്ടും
മാക്സിമം സ്പീഡിൽ ഇങ്ങനെ ചുറ്റി 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 സീനാണ്. അപ്പം നമുക്കിങ്ങനെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെടുത്ത് വേറെ ഏതെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പ്രൈവറ്റ് ആയിട്ടുള്ള റോട്ടർ തരാം, പക്ഷെ നമ്മൾ എക്സ്ട്രാ എത്ര USD കൊടുക്കേണ്ടത് 30 അല്ല ഇതിപ്പോ 3 ഡേയ്സിന്റെ ആണ്, അത് 20 USD. 5 ഡേയ്സിന്റെ ഉള്ളതിന് 30 USD. നീ 30 ആണോ കൊടുത്തത്? അല്ല 20. നമ്മൾ 3 ദിവസം കൂടെ അല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഡേ ആണ് നമ്മൾ ചോദിക്കണം. സെക്കൻഡ് ഡേ നമ്മൾ ടോട്ടൽ 5 ഡേയ്സ് ആണ് ഉള്ളത്, പക്ഷെ സെക്കൻഡ് ഡേ ആണ് ഇത് അജയ് ചോദിച്ചത്. നമുക്ക് ഈ ഓപ്ഷൻ ഉണ്ടെന്ന് അറിയില്ല. 20 USD ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മാൽഡീവ്സിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ എന്താ പറയാ, നിങ്ങൾക്ക് പേജിലൊക്കെ പോസ്റ്റ് ലൈവായിട്ട് ഇടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ പ്രൈവറ്റ് റോട്ടർ എടുക്കുന്നതായിരിക്കും. ഡിപെൻഡിങ് ഓൺ ഏത് ഐലൻഡ് ആണെന്നുള്ളതനുസരിച്ചിട്ട് കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും ഓരോ റിസോർട്ട്. ഇവിടെ ഹോട്ടലിലൊക്കെ നമുക്ക് ഇതുപോലെ കുടയുണ്ട് കേട്ടോ. കാരണം രാവിലെ ഒരു 10 to ഈവനിങ് 4 വരെ ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ, നമുക്ക് സൂര്യനിങ്ങനെ കണ്ണിലേക്ക് അടിക്കും, അത്രയ്ക്കും വെയിലാണ്. അപ്പം അതുകൊണ്ട് ഇവർ റൂമിൽ ഇതുപോലെ കുടയെല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പം അജയ് ഓൾറെഡി റൂമിലേക്ക് പോയി, അവൻ എന്തോ ഒരു വീഡിയോ എന്തോ എഡിറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. ഞാൻ ദേ ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ മാത്രമായതുകൊണ്ട് വലിയൊരു എന്താ പറയുക, ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ചുകൂടി ഒരു ഫണ്ണായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ മാത്രമാകുമ്പോൾ നമ്മൾ ജസ്റ്റ് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, എന്തെങ്കിലും വീഡിയോസ് എടുക്കാനുണ്ടെങ്കിൽ എടുക്കും, എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും. ഇവിടെ രാവിലെ ഏർലി മോർണിംഗ് ടു ഒരു 10 o'clock വരെ നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നല്ല ക്ലൈമറ്റ് ആയിരിക്കും, ഇതുപോലെ വെയിലൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഒരു ആഫ്റ്റർ 4 നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റുള്ളൂ. കാരണം ഉച്ചയ്ക്കൊന്നും തീരെ പറ്റത്തില്ല, ഭയങ്കര വെയിലുമാണ്. പിന്നെ ക്യാമറയിലോ ഫോണിലോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സ്കിന്ന് ബേണായ മാതിരി ഉണ്ടാകും. ഞാൻ ഏതായാലും റൂമിലേക്ക് നടന്നു പോവാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമുക്കൊരു കുട്ടി പ്രോപ്പർട്ടി വാക്ക് അറൗണ്ടിന് പോവാം. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. കൊക്കുഗിരി എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് വരുന്നത്. ഇത് റിസപ്ഷൻ ഏരിയ ആണ്. അജയ് എന്തോ പാട്ടും പാടി ഡാൻസൊക്കെ കളിച്ച് പോകുന്നുണ്ട്. റിസപ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് പ്ലേ ഏരിയ ആണ്. നമുക്ക് ജസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതിലിങ്ങനെ നേരെ കയറിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മുടെ ബുഫേ ആയതുകൊണ്ട് തന്നെ ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ എല്ലാം ബുഫേ ആണ്. ഈ കാണുന്നത് ബാറാണ്. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ഇത് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഏരിയാസ് ആണ്. നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് ടൈമും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബുക്ക് ചെയ്യണം. ഇനി നമുക്ക് എന്തെങ്കിലും റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ അത് റീഷെഡ്യൂൾ ചെയ്യാം. ഇതാണ് ഇവരുടെ ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യുന്ന ഏരിയ. അവിടെ ആക്ടിവിറ്റീസ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 15 minutes ആണെങ്കിൽ $103 ആണ്, 20 minutes ആണെങ്കിൽ $121 ആണ്. അങ്ങനെ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുള്ള ഇവിടെ ആക്ടിവിറ്റീസ് ബോർഡുണ്ട്. പിന്നെ ഇവിടെ എപ്പോഴും സ്റ്റാഫ് ഉണ്ടാകും. സോ ഇതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി ഏരിയ വരുന്നത്. ഇവിടെ 3 different ടൈപ്സ് ഓഫ് റൂംസ് ആണുള്ളത്. പൂൾ വില്ലാസ് ഉണ്ട്, വാട്ടർ വില്ലാസ് ഉണ്ട്, ബീച്ച് വില്ല ഉണ്ട്. പല പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂംസ് ആണുള്ളത്. ഈ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ബീച്ച് വില്ലാസ് ആണ്. എനിക്കിവിടെ പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീച്ച് വില്ലാസ് ആണ് കേട്ടോ. ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളറും പിന്നെ അതേപോലെ ബീച്ച് വില്ലയുടെ ബാത്റൂമൊക്കെ വെറുതെ അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെയും നമുക്ക് കുറച്ച് പ്ലേ ഏരിയ ഉണ്ട്. ഇപ്പം TT എല്ലാം കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ ആണത്. ഇനി നമ്മൾ നേരെ പോകുന്നത് വാട്ടർ വില്ലയിലേക്കാണ്. കാണുന്നതെല്ലാം വാട്ടർ വില്ലാസ് ആണ്. ഇത് അങ്ങ് ദൂരെ അജയ് നടന്നു പോകുന്നത് കാണാം. വാട്ടർ വില്ലാസ് കാണാൻ ശരിക്കും ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും നമ്മൾ മറ്റേ കടലിൻ്റെ നടുക്ക് സ്റ്റേ ചെയ്യുന്ന മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇത് നമ്മൾ വാട്ടർ വില്ലയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മളിപ്പം ഈ മണലെല്ലാം ചവിട്ടി നേരെ ഇങ്ങോട്ട് കയറുമ്പം നമ്മുടെ കാല് നീറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു കൂജയിൽ കുറച്ച് വെള്ളം അവർ കൊണ്ടുവെക്കുന്നത്. അപ്പം ഇതിന്ന് നേരെ ജസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് കാല് ക്ലീൻ ചെയ്യാവുന്നതാണ്. ക്ലീൻ ചെയ്തിട്ട് നേരെ ഇതിൽ കൂടെ നടന്നിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം. ഈ സീയുടെ കളറ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം. ഫുള്ളൊരു ടീൽ കളറായി. ഏർലി മോർണിംഗ് ഒക്കെ ഇവിടെ വരുമ്പം നമുക്ക് മീനും അതേപോലെ കുട്ടി ഷാർക്കിനൊക്കെ കാണാൻ പറ്റും. ഇന്ന് രാവിലെ ഞങ്ങൾ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം രജനിയും ശ്രീയും പോകുന്നതുകൊണ്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ മീനും കുട്ടി ഷാർക്കിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വേറൊരു കളറാണ് വെള്ളത്തിന്. അയ്യോ, ഓരോ സ്ഥലത്തും ഓരോ കളറാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ മാൽഡീവ്സ്. ലൈഫിൽ ഒരിക്കലെങ്കിലും
വരേണ്ട ഒരു സ്ഥലമാണ് മാൽഡീവ്സ്. ഒത്തിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വേർത്താണ്. ഒരു 5 days പാക്കേജ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും മാൽഡീവ്സ് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും. അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. ഞാനപ്പോൾ എന്തായാലും റൂമിലേക്ക് പോട്ടെ. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. കുറച്ചിങ്ങനെ എന്താ പറയാ, ഭയങ്കര ലാഗ് പോലെ നമുക്ക് ഡേ. കാരണം അവരുണ്ടായിരുന്നപ്പോൾ, രജനി ശ്രീ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര ഇങ്ങനെ ചാടി ഇങ്ങനെ ഇരുന്നു. ഇപ്പൊ നമ്മൾ മാത്രം ആയതുകൊണ്ട് കുറെ നേരം നമ്മളിങ്ങനെ റൂമിലിരുന്നു, സമയം പോവാത്ത പോലെ. നമുക്ക് കുറെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഫൺ, എന്റർടൈൻമെന്റ് അല്ല, ഫൺ പാർട്ട് ഭയങ്കര കുറഞ്ഞിട്ട് കൂടുതലും വർക്ക് ടൈം ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഇപ്പം അജയ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാനും കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്താണ് അങ്ങനത്തെ കുറേ ഇതായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ലഞ്ചും ഇവിടെ ബുഫേ തന്നെയാണ്, ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ലഞ്ച് കഴിക്കാം. എന്തൊക്കെയാണ് ലഞ്ചിനുള്ള ഡിഷസ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. നമുക്ക് റൈസിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ പ്ലെയിൻ റൈസ് ഉണ്ട്, പിന്നെ അതുപോലെ ബിരിയാണി ഉണ്ട്, പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഈ ഡിഷിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ റോൾസ് ഉണ്ട്, പിന്നെ അതേപോലെ ടിക്ക ഉണ്ട്, പിന്നെ ഇത് വേറെ എന്തോ റോൾസ് ആണ്, പ്രോൺസ് ആണ്. ഇവിടുത്തെ പ്രോൺസിൻ്റെ ഡിഷ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് വേറെ ചിക്കൻ അല്ല, ഇത് ബീഫാണെന്ന് തോന്നുന്നു. അല്ലല്ല, ഇത് ചിക്കനും ബീഫും ഒന്നുമല്ല, ഇത് ഫിഷാണ്. പിന്നെ ഈ ഡിഷിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ ക്വിസീനാണ്. ദാല്, പനീർ ബട്ടർ മസാല, പിന്നെ അതേ വട, പിന്നെ അതേപോലെ ബീൻസ്, സോട്ടഡ് ബീൻസ്, അങ്ങനെ നോർമൽ ഇന്ത്യൻ ക്വിസീനാണ് ഇതെല്ലാം. പിന്നെ ഇവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാലഡ്സ് ഉണ്ട്. ഇപ്പോൾ വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഒത്തിരി സാലഡ്സ് ഉണ്ട്. പിന്നെ അതേപോലെ റോ ആയിട്ടുള്ള പ്രോൺസും പിന്നെ വെജീസും എല്ലാം ഉണ്ട്. നമുക്കായിട്ട് തന്നെ എന്തെങ്കിലും ഒരു സാലഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കാം. ഈ സാലഡ്സ് ഒക്കെ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഈ ഡിസേർട്ട്സ് ആണ്. ചോക്ലേറ്റ് കേക്ക്സും പുഡിങ്ങും പിന്നെ അതേപോലെ കസ്റ്റാർഡും ഒക്കെ ആയിട്ട് ഒത്തിരി ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ കേക്കും അങ്ങനെയായിട്ട് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ മാൽഡീവ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നത് തന്നെ നമുക്കൊരു ആക്ടിവിറ്റി ആക്കിയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ എപ്പോഴും ഒരു ഷെഫ് ഉണ്ടാകും നമുക്ക് ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ലഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും ലഞ്ച് കഴിക്കട്ടെ. നിനക്കുള്ള ലഞ്ച് വന്നില്ലേ? അജയുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. സോർട്ടഡ് വെജീസ്, റൈസ്, ദാൽ. ഇതാണ് ഇന്നത്തെ ഇവൻ്റെ മെനു. പിന്നെ വേറെ എന്തെങ്കിലും ഡെസേർട്ട് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പം ചെറിയൊരു ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ ബിക്കിനി ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. ഞാനിവിടെ മാൽഡീവ്സിൽ വരുമ്പം എന്തായാലും ഒരു റെഡ് കളർ ബിക്കിനി ഇട്ടിട്ട് എനിക്കൊരു ഫോട്ടോഷൂട്ട് വേണമെന്നുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ വെള്ളം ഒരു ടീൽ കളറല്ലേ, അപ്പം എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ടീൽ ആൻഡ് റെഡ് കോംബോ വെച്ചിട്ട് എനിക്കൊരു ഫോട്ടോഷൂട്ട് വേണമെന്നുള്ളത്. അപ്പോൾ അജയ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കിടിലൻ സൺസെറ്റ് അല്ലേ? നല്ല അടിപൊളി സൺസെറ്റാണ്. ഫോണിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല അടിപൊളി സൺസെറ്റാണ്. അജയ് ഇവിടെ ഫുള്ള് റെഡി ആയിട്ട് മറ്റെന്താ പറയുക, ഫ്ലോറൽ ഷർട്ടൊക്കെ ഇട്ടിട്ട് അജയുടെ ഒരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിത് സൺസെറ്റും പ്ലസ് ട്രൈപോഡ് വേണം. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഡ്രോൺ എടുത്തോ? അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെങ്കിൽ ട്രൈപോഡും വേണം. അതേപോലെ നമ്മൾ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. റെക്കോർഡ് ചെയ്യട്ടെ അതോ ഫോട്ടോ ആണോ, വീഡിയോ ആണോ? റെക്കോർഡ് ചെയ്താൽ പോരെ? അജയുടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. വന്നോ സ്റ്റൈൽ 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 കട്ട് ചെയ്തോ. ആരെ വീഡിയോ എടുത്ത് നോക്കണം. എനിക്ക് ഇത്ര വെളിച്ചത്തിൽ മതി എൻ്റേതും, എനിക്ക് ഇതേ ലൈറ്റിൽ മതി. നല്ല ഭംഗിയുണ്ട്. സോ ഇതാണ് എൻ്റെ ബിക്കിനി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂമിൽ നമ്മൾ ഓൾറെഡി തീർത്തു. ഇനി നമ്മൾ പുറത്തുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് എടുക്കുന്നത്. DSLR ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് ഡ്രോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രോണിൽ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ റിസോർട്ട് കാണാൻ വേണ്ടിയിട്ട്. കാരണം എപ്പോഴും നമ്മൾ ഡ്രോണിൽ വീഡിയോസ് എടുക്കുന്നത് രാവിലെയാണ്. അപ്പോൾ നമ്മൾ രാത്രിത്തെ വീഡിയോസ് ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുള്ള് ലൈറ്റെല്ലാം ഓൺ ചെയ്തിട്ട് നമ്മുടെ റിസോർട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏരിയൽ ഷോട്ട് കാണാൻ ശരിക്കും അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളെ വീഡിയോയിൽ കാണാനില്ലെങ്കിലും ശരിക്കും ഡ്രോണിലുള്ള ഫൂട്ടേജസ് കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. എവിടെയാ പോകുന്നേ? അത് മനസ്സിലായി. നീ എന്തെങ്കിലും തപ്പിക്കൊണ്ടിരിക്കുന്നേ?
രാത്രിയിൽ. അജയ്ക്ക് ഒരു ബോധമില്ല. അജയ് ഇങ്ങനെ ഇങ്ങോട്ടേക്കോ ഇങ്ങനെ നടക്കുന്നുണ്ട്. രജനി ശ്രീയും പോയതിന് ശേഷം അജയ് ഫുൾ ഇങ്ങനെ മൂഡ് ഓഫ് ആണ്. ഞാനും മൂഡ് ഓഫ് തന്നെയാണ്. മറ്റന്നാൾ നമ്മളും തിരിച്ചു പോകും. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ ദേ കിടന്ന് ഉറങ്ങാൻ പോവാണ്. നാളെ നമുക്ക് രാവിലെ സ്നോർക്കലിങ്ങിന് പോകണം. എൻ്റെ ഫോണിന് ചാർജും ഇല്ല. അപ്പം നാളെ കാണാം. നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് മാൽഡീവ്സിലെ. അപ്പം എന്തായാലും ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.